കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ വിണ്ടൂല്ല എന്നുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ. എന്റെ ലക്ഷ്മി കയ്യിൽ കിടന്ന പെടഞ്ഞ് മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിയില്ല. പക്ഷേ ഞാൻ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ വാക്ക് പഠിപ്പിച്ചിരിക്കുകയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂവിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു, കുറെ പേര് അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ ചോദിച്ചിട്ട് അവരെ കുറിച്ച് ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിന്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പോൾ ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറൽ ആയ പ്രോസസ് പോലെ വളരെ പോലെ അങ്ങനത്തെ സാധാരണയിൽ എല്ലാ ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നുന്ന ചെറിയൊരു നിയന്ത്രണം ഉള്ളത്. നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വയ്ക്കുന്ന നാടായിരുന്നു. കാറും ബീവിയും ഡോളും അതിന്റെ പുറത്ത് തോക്കുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ ഒരു തോക്കുണ്ട്. അങ്ങനത്തെ നാടായിരുന്നു. അപ്പോ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു.